നമസ്തേ. ഒന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാർക്ക് ശത്രുക്കൾ കുറവായിരിക്കും. പക്ഷെ എന്തെങ്കിലും ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ശത്രുക്കളും വിമർശകരും ഉണ്ടാകുമെന്നുള്ളതാണ്. ഇത് പറയാനായിട്ടുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാ മനുഷ്യനെയും നമ്മുടേതായിട്ട് നിർത്തി അല്ലെങ്കിൽ എല്ലാവരോടും അലൈൻ ചെയ്തുകൊണ്ട് എല്ലാവരും നമ്മളെ പ്രതി നല്ലതാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളൊരു പഠിച്ച കള്ളനായിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ പുറത്ത് കാണിക്കുന്ന ഇമേജ് വെച്ചിട്ടാണ് 99% ആളുകൾ നമ്മളെ ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ പല അവസരങ്ങളിലും നമുക്ക് തോന്നും നമ്മൾ ഓണസ്റ്റ് ആയിട്ട്, അതായത് നമ്മളുടെ റിയൽ ആയിട്ടുള്ള ആ ഞാൻ മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തുകൊണ്ട് പല ആളുകൾ എന്നിൽ നിന്ന് ഉടക്കിപ്പോകുന്നു, ഒഴിഞ്ഞു പോകുന്നു, പല ബന്ധങ്ങൾ എന്തുകൊണ്ട് കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവരുമായിട്ട് നമുക്ക് അലൈൻ ചെയ്യാനായിട്ട് സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് ഒരുപാട് വ്യക്തികൾ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത്? മുൻപുള്ള ഒരു വീഡിയോയിൽ ഞാൻ ആത്മീയമായിട്ട് വളരുമ്പോൾ ആളുകൾ നമ്മളെ വിട്ടുപോകുന്നതിനെക്കുറിച്ച്, അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അതിനപ്പുറത്തേക്ക് ഈ അലൈൻമെന്റ് ശരിയാകാതെ വരുന്ന സമയത്ത് ആളുകൾ ചിലപ്പോൾ നമ്മളിൽ നിന്ന് മാറിപ്പോയേക്കാം. പക്ഷെ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ അതിന്റെ കാര്യകാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു ടോക്കിൽ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഓറ മിസ്മാച്ച് ആണ്. അതായത് നിങ്ങളുടെ ഓറയും അവരുടെ ഓറയും നമ്മൾ മിസ്മാച്ച് ഉണ്ടാവുകയാണ്. നിങ്ങളുടെ എനർജി സിസ്റ്റം തന്നെയാണ് നിങ്ങളുടെ ഓറ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോ കെമിക്കൽ സിഗ്നലുകൾ നിങ്ങളുടെ ബ്രെയിനിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ന്യൂറോൺസിലൂടെ എപ്പോഴും ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളുടെ ഈ ഒരു എക്സിസ്റ്റൻസിന്റെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള ബോധത്തിന്റെ ഒരു കാരണമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ബട്ട് നിങ്ങളുടെ ഈ പറയുന്ന എനർജി സിസ്റ്റവും അവരുടെ എനർജി സിസ്റ്റവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഓറയും അവരുടെ ഓറയും, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ന്യൂറൽ വയറിങ്ങും അവരുടെ ന്യൂറൽ വയറിങ്ങും തമ്മിൽ സിങ്ക് ചെയ്യുന്നില്ല എന്നുള്ള അവസ്ഥ വരുന്ന സമയത്ത് ആളുകൾ നമ്മളിൽ നിന്ന് മാറിപ്പോകും, അല്ലെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പൊ ഈ നെർവസ് സിസ്റ്റം സിങ്ക് ആകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. ഈ വിഷയത്തിന്റെ തന്നെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്, നമുക്ക് അലൈൻഡ് ആയിട്ടുള്ള ബന്ധങ്ങൾ വളരെ കുറച്ചാണ് വരാനായിട്ട് സാധ്യതയുള്ളൂ. എപ്പോഴും അലൈൻമെന്റ് ഇല്ലാത്ത അവസ്ഥകളാണ് ഒരു മനുഷ്യന്റെ കൂടുതലായിട്ടും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് എല്ലാ മനുഷ്യനും ജെന്യുവിനായിട്ടുള്ള ബന്ധങ്ങളുടെ സർക്കിള് വളരെ ചെറുതായിട്ടിരിക്കുന്നതും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ബന്ധങ്ങൾ വലുതായിട്ടിരിക്കുന്നതും. അപ്പൊ യഥാർത്ഥത്തിലുള്ള ബന്ധം എത്ര എണ്ണം ഉണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അത് എക്സ്ട്രോവർട്ട് ആണെങ്കിലും അത് ഇൻട്രോവർട്ട് ആണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെയും വിശ്വസിക്കുന്നുണ്ട്, പരസ്പരമായിട്ട് മ്യൂച്വലായിട്ടുള്ള നല്ല ബോണ്ടുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത് വിരളിൽ എണ്ണാവുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. ചില സമയത്ത് ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥകൾ ഉണ്ടാകുന്നുള്ളതാണ്. ഒന്നും തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിൽ നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്തിട്ട് നമ്മൾ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടി ആ ടൈം ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പർപ്പസ്, നമ്മുടെ കർമ്മ, അതിൽ ഫോക്കസ് ചെയ്ത് പോകുന്ന സമയത്ത് ബന്ധങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് പലവട്ടം പല വീഡിയോകളിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ കാമായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കെയോട്ടിക് ആയിട്ടുള്ള ബന്ധങ്ങളുമായിട്ട് അയാൾക്ക് മാച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പല രീതിയിലുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ട്. പേഴ്സണാലിറ്റി മിസ്മാച്ചസ് അല്ലെങ്കിൽ എനർജി പാറ്റേൺസിന്റെ മിസ്മാച്ചസ് ഒക്കെ ഇങ്ങനെ അലൈൻമെന്റ് ഇല്ലാതിരിക്കാനായിട്ട് കാരണമാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളോടൊപ്പമുള്ള ഒരു വ്യക്തി വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരാൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ചൊരു കാര്യത്തിന് ഇറങ്ങി, ഒരാൾ നല്ല രീതിയിൽ വളർന്ന് പെർഫോം ചെയ്തു പോകണം. ഓരോ സൈക്കിളും അയാൾ കടന്നു പോവുകയാണ്. ബട്ട് അനദർ വൺ എന്താണ് ചെയ്യുന്നത്? ഒരേ സൈക്കിളിൽ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരേ സൈക്കിളിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയും ഉയർന്നു പോകുന്ന വ്യക്തിയും തമ്മിൽ ഈ ബന്ധങ്ങൾ അകന്നു പോകാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പൊ നമ്മുടെ ഗ്രോത്തിന്റെ അല്ലെങ്കിൽ എവല്യൂഷന്റെ സൈക്കിൾ എന്ന് പറയുന്നത് ഇങ്ങനെ അലൈൻമെന്റ് ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും അടിസ്ഥാനമായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. ഞാൻ ഈ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ അതിലെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വലുതാണെന്ന് തോന്നിയെങ്കിലും നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കത് എത്രമാത്രം കോമൺ ആയിട്ടാണ് നമ്മളുടെ ജീവിതത്തിൽ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടും നമുക്ക് എന്തൊക്കെ തിരുത്തുകളാണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. നമ്മളൊക്കെ ഒരേ ലോകത്ത് ജീവിക്കുന്നു, പക്ഷെ നമുക്കൊക്കെ പല രീതിയിലുള്ള പ്രിൻസിപ്പിൾസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പം മതപരമായിട്ട് മതത്തിന്റെ കാര്യങ്ങൾ മാത്രം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കും. അതിൽ തന്നെ കള്ളന്മാരും നല്ലവരും ഉണ്ടായിരിക്കും. എന്നാൽ അതേപോലെ യാതൊരു വിശ്വാസങ്ങളും ഇല്ലാതെ യുക്തിവാദമോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിനെ എല്ലാമായിട്ട് കാണുന്ന അവസ്ഥകളോ അങ്ങനെ പല രീതിയിൽ പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷെ എല്ലാവരും ജീവിക്കുന്നത് എവിടെയാണ്? ഈ ഒരേ ഭൂമിയിലാണ്, അല്ലെങ്കിൽ ഈ ഒരേ പ്രപഞ്ചത്തിലാണ്. അപ്പോൾ ഒരേ ലോകത്ത് ജീവിക്കുന്നു, പലതരം തത്വശാസ്ത്രങ്ങൾ ഉണ്ടാകുന്നു, ഫിലോസഫിക്കൽ ആയിട്ടുള്ള മിസ്മാച്ചുകൾ ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ ആളുകൾ
ആളുകൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. മോരും മുതിരയും പോലെ അവർ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വാല്യൂസ്, ഫിലോസഫി ഇതിലൊക്കെ മിസ്മാച്ച് വരുന്ന സമയത്ത് നമ്മുടെ ബന്ധങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോകാനുള്ള സാധ്യത വളരെ അധികമാണ്. ഈ രീതിയിലുള്ള ആൾക്കാർ ഒരിക്കലും ജോയിന്റ് ആവില്ല. അതായത് ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുകയും നേരെ വാ നേരെ പോ എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തിത്വങ്ങളും എന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കെയോട്ടിക് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളും ഒരുമിച്ച് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ആളുകളും മാനിപ്പുലേറ്റീവ് സ്വഭാവമുള്ള ആൾക്കാരും ഒരുമിച്ച് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത്തരത്തിലുള്ള ഒതന്റിസിറ്റി ഇഷ്യൂസ് പല സമയത്തും പേഴ്സണാലിറ്റി ഇൻകോൺഗ്രുവൻസിന് കാരണമാകുമെന്നുള്ളതാണ്. അങ്ങനെ ബന്ധങ്ങൾ രണ്ടു വഴിക്ക് പോകാനുള്ള സാധ്യതയും വളരെ അധികമാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഡിഫറന്റ് കർമ്മയാണ് ഉണ്ടാകുക. അപ്പൊ കർമ്മ മിസ്മാച്ച് വരുന്ന സമയത്ത് ഒരാൾ ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഇവോൾവ് ചെയ്തു പോകുന്നു സ്പിരിച്വലി. മറ്റേ ആൾ അതേ സമയത്ത് അറ്റാച്ച്മെന്റുകൾ സീക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇത് രണ്ടും തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഇത് രണ്ടും സ്പിരിച്വാലിറ്റിയുടെ രണ്ട് തലങ്ങളാണ്. അപ്പോൾ ഇന്ന് അറ്റാച്ച്മെന്റ് സീക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾ ചിലപ്പം അടുത്ത ജന്മത്തിലോ അല്ലെങ്കിൽ പിന്നീടൊക്കെ എവല്യൂഷൻ ഉണ്ടാകുമ്പോഴോ ആയിരിക്കും അയാൾ ഡിറ്റാച്ച്മെന്റിന്റെ സൈഡിലേക്ക് പോകുന്നത്. അപ്പൊ ഈ അറ്റാച്ച്മെന്റ് സീക്ക് ചെയ്യുന്നയാളും ഡിറ്റാച്ച്മെന്റ് സീക്ക് ചെയ്യുന്നയാളും ഇവർ രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വൺ ഈസ് സീക്കിംഗ് അറ്റാച്ച്മെന്റ്, അനദർ വൺ ഈസ് അറ്റൈനിങ് ഡിറ്റാച്ച്മെന്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും ഞാൻ ഈ പറഞ്ഞ പല ഓപ്പോസിറ്റ് ധ്രുവങ്ങളിലുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. അത് സർട്ടൻ കേസസിൽ ചില ജന്മങ്ങൾ, ചില കർമ്മങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഓപ്പോസിറ്റ് ധ്രുവങ്ങളിലുള്ള ആളുകൾ ജോയിൻറ്റ് ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് കാൾ ഗുസ്താവ് യുങ്ങിനെ പോലെയൊക്കെയുള്ള ആളുകൾ ചിന്തിച്ചിട്ടുള്ള ചില മേഖലകളുണ്ട്. ഇപ്പോൾ സോൾമേറ്റ് കൺസെപ്റ്റുകളൊക്കെ മുൻപ് ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത് അതിലേക്കൊന്നും ഓവറായിട്ട് ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോൾമേറ്റ് ആണെങ്കിൽ അതും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മുൻപ് ഞാൻ അതിൻ്റെ അടയാളങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ബട്ട് എന്ത് തന്നെയാണെങ്കിലും ഇതെന്റെ ട്വിൻ ഫ്ലെയിം ആണോ, ഇതെന്റെ സോൾമേറ്റ് ആണോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും പുറകെ പോയിട്ട് പിന്നെയും വിഷമത്തിന്റെ ആ ഒരു പാനപാത്രം കിട്ടുന്ന ആളുകളുണ്ട്. അങ്ങനെ നമ്മൾ ഒരിക്കലും ബന്ധങ്ങളുടെ പുറകെ പോകേണ്ടതില്ല എന്നുള്ളതാണ്. നമ്മളിലേക്ക് റൈറ്റ് ആയിട്ടുള്ള ബന്ധമാണെങ്കിൽ നമ്മൾ ഒരു എഫേർട്ടും എടുത്തില്ലെങ്കിലും അത് നമ്മളിലേക്ക് തന്നെ വന്നു ചേരും എന്നുള്ളതാണ്. ബന്ധമെന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും സംസാരിക്കുന്നത് പോലെ അതൊരു വൺ സൈഡഡ് ആയിട്ടുള്ള സംഗതിയല്ല. രണ്ട് സൈഡിൽ നിന്നും അതിന് കോൺഗ്രുവൻസ് ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ലൈഫ് ലെസൺസ് വരുന്ന സമയത്ത് ആളുകൾ പിരിഞ്ഞേ പറ്റൂ എന്നുള്ളതാണ്. അത് പ്രപഞ്ചത്തിന്റെ ഒരു തീരുമാനം തന്നെയാണ്. ആ ലെസൺസ് കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്നിച്ചേക്കാം, അല്ലെങ്കിൽ വീണ്ടും രണ്ട് ദിശകളിലേക്ക് സഞ്ചരിച്ചേക്കാം. പലപ്പോഴും നമ്മൾ എന്തിൻ്റെയെങ്കിലും പുറകെ ഡെസ്പറേറ്റ് ആയിട്ട് പോകുന്ന സമയത്താണ് നമുക്ക് എപ്പോഴും വിഷമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, നഷ്ടങ്ങളും. ചില ആളുകൾക്ക് നിങ്ങൾ വളരെ സ്റ്റെബിൾ ആയിട്ട് മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ ഇൻസെക്യൂരിറ്റി ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇതാണ് ജലസി അല്ലെങ്കിൽ അസൂയയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ ഇൻസെക്യൂരിറ്റി വർദ്ധിച്ച് ജലസ് ആയിട്ട് മാറുമെന്നുള്ളതാണ്. അസൂയാലുക്കൾ അനാവശ്യമായിട്ട് ചിലപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യും, നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. കാരണം ഈ അസൂയ മാനിപ്പുലേറ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്. അപ്പോൾ അവരുടെ കൂടെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് തന്നെ ചിലപ്പോൾ തോന്നും, ഞാൻ എന്തൊരു തെറ്റുകാരനാണ്, ഐ ഫീൽ ഗിൽറ്റി, എനിക്ക് തന്നെ വളരെ കുറ്റബോധം തോന്നുന്ന അവസ്ഥകളിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലും ചിലപ്പോൾ നമ്മൾ ബന്ധങ്ങൾ രണ്ട് വശങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വന്നേക്കാം. തീർച്ചയായിട്ടും മനുഷ്യബന്ധങ്ങളുടെ അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ചില സൈക്കോ സ്പിരിച്വൽ കെമിക്കൽ ആസ്പെക്ട്സ് ആണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പല രീതിയിൽ അതിൻ്റെ കോമ്പോസിഷൻ വരുന്ന സമയത്ത് ബന്ധങ്ങൾ ചിലപ്പോൾ ഓപ്പോസിറ്റ് സ്വഭാവമുള്ള ഒരു ജോയിൻ ചെയ്തേക്കാം, അല്ലെങ്കിൽ പല ബന്ധങ്ങൾ രണ്ടു വഴിക്ക് തിരിഞ്ഞു പോയേക്കാം. തീർച്ചയായിട്ടും ഇത് നമുക്ക് ഇൻട്രോസ്പെക്ട് ചെയ്യാനും നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളെ അനലൈസ് ചെയ്യാനും നമുക്കിത് എത്രമാത്രം റിസണേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനും എല്ലാത്തിലും ഉപരിയായിട്ട് സെൽഫ് റിഫ്ലക്ഷൻ, അതുപോലെ തന്നെ സെൽഫ് ഗ്രോത്തിനും കാരണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഈ സന്ദേശം തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുകയാണ്. നമസ്തേ.